ചാർട്ട്സ് ഇൻ എക്സൽ. അപ്പം നമ്മൾ MS Excel ചാർട്ട് എന്താണെന്ന് നോക്കാം. യൂസ്ഡ് ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി വർക്ക്ഷീറ്റ് ഇൻ ഗ്രാഫിക്കൽ ഫോർമാറ്റ്. നമ്മൾ വർക്ക്ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തിയ ഇൻഫർമേഷനെ ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ചാർട്ട് ഉപയോഗിക്കുക. നമ്മൾ വർക്ക്ഷീറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ച ഡാറ്റയെ ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണെന്ത്? ചാർട്ട്. അപ്പം നമുക്ക് പല വിധത്തിലുള്ള ചാർട്ടുകൾ അവൈലബിൾ ആണ്. ദർ ആർ മെനി ചാർട്ട്സ് ലൈക്ക് കോളം ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പർപ്പസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് പല പല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോരോ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്രിയേറ്റിംഗ് ചാർട്ട്സ്. സെലക്ട് ദ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ ദി ഡാറ്റ. അപ്പോൾ നമ്മൾ വർക്ക്ഷീറ്റിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് വെച്ചാൽ സെല്ലുണ്ടാവും. ആ സെല്ല് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചാർട്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് വരും. അതായത് കോളമാണോ, ലൈനാണോ, പൈ ആണോ, ബാറോ. അപ്പം നമ്മൾക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് ആ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ വർക്ക്ഷീറ്റിൽ എഴുതിയ ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചാർട്ട്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ചാർട്ട് അവൈലബിൾ ആണ്. കോളം ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്. ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റയെ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ടാബ് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഏത് ടൈപ്പ് ചാർട്ടാണോ വേണ്ടത് ആ ചാർട്ട് നമ്മൾ ചൂസ് ചെയ്യുക. നമുക്ക് അവൈലബിൾ ആയ ഒരു ടൈപ്പ് ചാർട്ടാണ് കോളം ചാർട്ട്. വെൻ അനലൈസിങ് ഡാറ്റ ഓഫ് ദി സെയിം കാറ്റഗറി ഓൺ എ ഡിഫൈൻഡ് സെയിൽ. അപ്പം നമുക്ക് സെയിം കാറ്റഗറി ഡാറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ചാർട്ടാണ് കോളം ചാർട്ട്. സെയിം ടൈപ്പ് ഡാറ്റയെ. അപ്പം നമ്മളുടെ പിക്ചറിൽ കാണുന്ന ആ ഒരു ചാർട്ട് കോളം ചാർട്ടാണ്. അപ്പം അതിൽ 2009 മുതൽ 2014 വരെയിലെ ഡോൾഫിൻ്റെയും വെയിൽസിൻ്റെയും നമ്പറാണ് കാണുന്നത്. ഇപ്പോൾ 2009 ഡോൾഫിൻ്റെ നമ്പർ ഒരു 150 റേഞ്ചിൽ, വെയിൽസിൻ്റെ നമ്പർ ഒരു 80 റേഞ്ചിലായിരുന്നു. എന്നാൽ അത് 2014 എത്തിയപ്പം ഡോൾഫിൻ്റെ റേഞ്ച് വളരെ താഴ്ന്നു പോയി. വെയിൽസിൻ്റെ റേഞ്ച് ഏകദേശം ആ ഒരു ഇതിൽ ഒരു 70 റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെയിം കാറ്റഗറി ഡാറ്റയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. എംഫസൈസസ് ഹൈ ആൻഡ് ലോ വാല്യൂസ് ആൻഡ് ഹെൽപ്പ് ടു കമ്പയർ ഐറ്റംസ്. അതായത് നമുക്ക് ഐറ്റംസിനെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് 2014 ഡോൾഫിൻ തീരെയല്ല, വെയിൽസ് ആണ് അധികം ഉള്ളത്. അതേപോലെ 2009 എടുക്കുകയാണെങ്കിൽ ഡോൾഫിനാണ് കൂടുതലുള്ളത്, വെയിലാണ് കുറവ്. അപ്പം അങ്ങനെ ഹൈയും ലോയും വാല്യൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവൈലബിൾ ആയ മറ്റൊരു ചാർട്ടാണ് ബാർ ചാർട്ട്. അതായത് നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ചിനെ നമുക്ക് ഇന്നൊരു പീരീഡ് ഓഫ് ടൈം വരെ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനെ ഡിസ്പ്ലേ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? ബാർ ചാർട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കലി ആയിരിക്കും. അപ്പോൾ 2012 വരെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രാജ്യവും എത്രത്തോളം മെഡലാണ് നേടിയെന്നുള്ള ഒരു ബാർ ചാർട്ടാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് 2012 വരെ ഏറ്റവും കൂടുതൽ നമുക്ക് മെഡൽ നേടിയ ഏത് രാജ്യമാണ്? USA ആണ്. ഏകദേശം 1000 അടുത്ത് മെഡൽ നേടിയിട്ടുണ്ട്. പിന്നെ സോവിയറ്റ് യൂണിയനാണ്, പിന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്, പിന്നെ ഫ്രാൻസ് ആണ്, പിന്നെ ചൈനയാണ്, പിന്നെ ഇറ്റലിയാണ്. അപ്പോൾ ആ ഒരു റേഞ്ച്, അതായത് ഇന്നൊരു പീരീഡ് വരെ ഉള്ള ആ ചേഞ്ച് കാണിക്കാനാണ് എന്ത് ചെയ്യുക? നമ്മൾ ബാർ ചാർട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കലായിരിക്കും. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ടാണ് ലൈൻ ചാർട്ട്. യൂസ് ടു അനലൈസ് അപ്പ് ആൻഡ് ഡൗൺ ഓഫ് എ ടെൻഡൻസി ഇൻ എ റേഞ്ച് ഓഫ് വാല്യൂസ്. നമുക്കൊരു ടെൻഡൻസി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണെന്ത്? ലൈൻ ചാർട്ട്. അത് നോക്കിയിട്ട് നമുക്ക് അപ്പും ഡൗണും നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് ഈ ക്രിക്കറ്റിൻ്റെ ഒക്കെ ഗെയിമിലാണ് നമുക്കിത് വളരെ ഉപകാരപ്പെട്ടു. അതായത് നമുക്ക് ക്രിക്കറ്റിൽ പറഞ്ഞാൽ 50 ഓവറാണ് ഒരു വൺ ഡേ ഉണ്ടാവുക. അപ്പോൾ ആ 50 ഓവറിൽ 2 രാജ്യങ്ങളും, ഇപ്പോൾ 10ാമത്തെ ഓവറിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഓസ്ട്രേലിയയും ഇന്ത്യ എത്ര റൺസ് എടുത്ത്, ഓസ്ട്രേലിയ എത്ര റൺസ് എടുത്ത്, ആ ഒരു അപ്പും ഡൗണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയിട്ട് നമുക്ക് ടെൻഡൻസി നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം? ലൈൻ ചാർട്ട് ഉപയോഗിക്കാം. പിന്നെ ഉള്ളതാണെന്ന് പൈ ചാർട്ട്. യൂസ്ഡ് ടു ലുക്ക് അറ്റ് വാട്ട് മേക്കപ്പ് എ ഹോൾ തിങ്, ഹാവ് ഓൺലി വൺ സീരീസ് ഓഫ് ഡാറ്റ. അപ്പോൾ പൈ ചാർട്ടിൽ നമ്മൾ ഒരൊറ്റ സീരീസ് ഓഫ് ഡാറ്റയാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അതായത്
നമ്മളിപ്പം ഇലക്ഷനൊക്കെ നടക്കുമ്പം കുറേ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഇലക്ഷന് എത്ര പെർസെൻറ്റേജ് വോട്ടാണ് നേടിയെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പൈ ചാർട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ റെപ്രസെൻറ്റ്, അതായത് ആ ഒരു സെയിം ആ ഒരു ഇലക്ഷൻ്റെ ആ ഒരു വോട്ട് ഷെയർ ആ ഒരു ഡാറ്റനെ എന്ത് ചെയ്യും, നമ്മൾ ഒരു പൈ ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഒരു സെയിം സീരീസ് ഓഫ് ഡാറ്റയാണ് എന്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എക്സലിൽ പഠിക്കാനുള്ള ചാർട്ടുകൾ. പൈ ചാർട്ട്, അതുപോലെ തന്നെ ലൈൻ ചാർട്ട്, അതുപോലെ തന്നെ ബാർ ചാർട്ട്, അതുപോലെ തന്നെ കോളം ചാർട്ട്. ഞാനിപ്പം എക്സൽ ഷീറ്റിൽ ഒരു ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് ഷെയർ. അപ്പോൾ ഞാൻ 2 കോളം കൊടുത്തിട്ടുണ്ട്, ഒന്ന് നെയിമും അതുപോലെ തന്നെ വോട്ട് ഷെയറും. എ എന്ന പാർട്ടി കിട്ടിയത് 20% വോട്ടാണ്, ബി എന്ന പാർട്ടി കിട്ടിയത് 10% വോട്ടാണ്, സി എന്ന പാർട്ടി കിട്ടിയത് 30% വോട്ടാണ്, ഡി എന്ന പാർട്ടി കിട്ടിയത് 35% വോട്ടും, ഇ എന്ന പാർട്ടി കിട്ടിയത് 5% വോട്ടുമാണ്. അപ്പോൾ നമ്മുടെ വോട്ട് ഷെയർ 6 ഡാറ്റ, അതിന് നമുക്ക് ഏത് ചാർട്ട് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പൈ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അപ്പൊ അതിന് സെയിം സീരീസ് ഓഫ് ഡാറ്റ. അപ്പൊ അതുകൊണ്ട് എന്ത്, നമ്മൾ പൈ ചാർട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പൈ ചാർട്ടിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ ഡാറ്റയെ സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ നമ്മളെ മൊത്തം ഡാറ്റയെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഡാറ്റയെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ റിബണിലെ ഇൻസേർട്ട് ടാബിൽ പോവാം. ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ചാർട്ട് എന്നൊരു ഗ്രൂപ്പ് കാണാം. ചാർട്ട് എന്നുള്ള ഗ്രൂപ്പ്, ഇതിൽ നമുക്ക് പല ടൈപ്പ് ചാർട്ട് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ ഇവിടെ പർപ്പസ് എന്താണ്, നമുക്ക് ഇവിടെ പൈ ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പൈ ചാർട്ട് ക്ലിക്ക് ചെയ്യാം. പൈ ചാർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2D ടൈപ്പുള്ള പൈ ചാർട്ട് ഉണ്ട്, 3D ടൈപ്പുള്ള പൈ ചാർട്ട് ഉണ്ട്, പല വിധത്തിലുള്ള പൈ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഞാനൊരു 3D ടൈപ്പുള്ള ഒരു പൈ ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി, നമ്മളുടെ ആ ഒരു വോട്ട് ഷെയർ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റി, നമുക്ക് നമ്മളുടെ ഒരു പൈ ചാർട്ടിന്റെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ എക്സലിൽ ചാർട്ടിനെ ആഡ് ചെയ്യുന്നത്.